ഡോക്ടർ ജിൻഡോ ജോൺ, രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റെ രണ്ട് കാലുകളിൽ മക്കൾ മന്തുണ്ടാക്കിയ കാര്യമാണ് അഡ്വക്കേറ്റ് പി എ പ്രജി ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ടാണ് നിങ്ങൾ ഇ പിയുടെ നടപടിയും ഇ പിക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ വിമർശിക്കുന്നതെന്നാണ് ശ്രീ പ്രജിയുടെ പരിഹാസം. അതിനുള്ള മറുപടി ആദ്യം. അല്ല വേണു, എനിക്ക് ഇ പിക്കെതിരെ എടുത്ത നടപടിയിൽ ഞങ്ങൾ സി പി എമ്മിനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സി പി എമ്മിന് അവരുടെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിനെ പുറത്താക്കി അകത്താക്കി അതൊക്കെ അവരുടെ സൗകര്യം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ പിന്നെ ജാഗ്രത കുറവെന്നുള്ള ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ നോക്കരുത്. പിന്നെ പറഞ്ഞ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ കാര്യമൊക്കെ, ഈ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയ വഴിക്ക് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും കൂടെ പോയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ പോയ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാം. പക്ഷെ അങ്ങനെയാണോ നമ്മുടെ പഴയ ദേവികുളം MLA ആണെന്ന് തോന്നുന്നു, ആ രാജേന്ദ്രൻ ഇപ്പോൾ സി പി എമ്മിലാണോ ബി ജെ പിയിലാണോ അദ്ദേഹവും ഈ ജാവദേക്കറിൻ്റെ വീട്ടിൽ പോയി കാപ്പി കുടിച്ചായിരുന്നല്ലോ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിൻ്റെ പാർട്ടി വേദിയിലൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. അത് പ്രജിയൊന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിച്ചിട്ട് വേണം ഈ അഭിപ്രായം പറയാൻ. പിന്നെ നിങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലമായിരുന്ന ബംഗാളിലും ത്രിപുരയിലുമുള്ള മുഴുവൻ സി പി എമ്മിൻ്റെ MLA മാർ MP മാരൊക്കെ ബി ജെ പിയിലാണ്, ഇപ്പോഴും ഉണ്ട്. കുറേ പേര് പോയിട്ടുണ്ട്, കുറേ പേര് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്, അതും കൂടി കാണണം. എന്നിട്ട് വേണം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ച് പറയാൻ. നിങ്ങളുടെ പരിപാടി തീരാൻ പോവാണ്. ഇന്ന് കായംകുളത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 30ഓളം പാർട്ടി മെമ്പർമാർ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. നാളെ പാർട്ടി സമ്മേളനം തുടങ്ങാൻ പോവുക. അപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആളുകൾ പോയതിനെ കുറിച്ചിട്ട് പറയുന്നത്. 125 കൊല്ലം കഴിഞ്ഞ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ പോകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന ഇ പി ജയരാജനെ കുറിച്ചാണ്. ഇ പി ജയരാജനെ വീട്ടിലിരുത്തിക്കൊണ്ട് മുകേഷിനെ അടിയിൽ വെച്ച് ഒളിപ്പിച്ച് സംരക്ഷിക്കുന്ന നിലപാടിലൂടെ സി പി എം പറയുന്നത് എന്താ? ഇ പി ജയരാജനെ കൃത്യമായിട്ട് ഉപയോഗിച്ച നേതാവിൻ്റെ പേരാ പിണറായി വിജയൻ. അത് VS ഗ്രൂപ്പിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും ഉപയോഗിച്ചു. തൃശ്ശൂർ ജില്ലയിൽ വലിയ ആഭ്യന്തര കലഹമുണ്ടായപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറി ചാർജ് കായംകുളത്തെ 30 പ്രാദേശിക നേതാക്കൾ പോകുന്നതിന്റെ ഉൾപ്പെടെ കണക്കെടുത്തു കൊണ്ടുവന്നിരിക്കുന്ന ജിൻഡോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനിൽ ആന്റണി ഒരു വലിയ സംഭവമല്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നത് നല്ല കാര്യം. ജനങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ ജാഗ്രത. പക്ഷെ ഇതിലെ പ്രശ്നം, ഇതിലൂടെ രാഷ്ട്രീയമായ അസാധുവാക്കുന്ന ഒന്നുണ്ട് BJP. അത് എ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഈ പറയുന്ന മാതൃകാ പുരുഷനായി കാണേണ്ട എ കെ ആന്റണിയെ ഇനി ഒരാൾ കാണാൻ മടിക്കുന്ന രൂപത്തിൽ, മോദിയുടെ കീശയിൽ മകനെ ഇട്ടുകൊടുത്ത ഒരാൾ എന്ന രൂപത്തിലാണ് ഇനി എ കെ ആന്റണി. അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ജിൻഡോ. അല്ല, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്മാർ കോൺഗ്രസ്സുകാരാണെന്ന് ഓർത്ത് മക്കൾ കോൺഗ്രസ്സുകാരാണോന്നില്ല. അച്ഛന്മാർ CPM ഓർത്ത് മക്കളും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അങ്ങനെ BJP അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെയും സ്വാതന്ത്ര്യമായിട്ടുള്ള ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതൊക്കെ. അതവിടെ നിൽക്കട്ടെ. എ കെ ആന്റണിയുടെ മകൻ പോയതുകൊണ്ട് എ കെ ആന്റണി കോൺഗ്രസിൽ തന്നെയാണ്. ആ മകൻ തോൽക്കണമെന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവിൻ്റെ പേരാണ് എ കെ ആന്റണി. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഇതിനെ ഇക്കേറ്റ് ചെയ്യരുത്. ഇവിടെ പിണറായി വിജയൻ എല്ലാ കാലത്തും മകൻ തോൽക്കണമെന്ന് പറയുമ്പോൾ തോൽക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരല്ല പാർലമെന്ററി ഇലക്ഷൻ എന്ന് പറയുന്നത്, പാർലമെന്ററി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അല്ല, ഇത് നമ്മുടെ അനിൽ ആന്റണി പോയതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയല്ലല്ലോ. അനിൽ ആന്റണി തോൽക്കണമെന്ന് ആന്റണി പറയുന്നു. അനിൽ ആന്റണി ഏത് വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, അത് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ബോധ്യം. അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുമ്പോൾ എപ്പോ തൊട്ടാണ് ഈ BJPയും അതുപോലെ തന്നെ ഈ എ കെ ആന്റണിയെ കണ്ടു വളർന്ന പാരമ്പര്യവും തമ്മിൽ എടുത്ത് താരതമ്യം ചെയ്താൽ എത്ര ചെറിയൊരു കാലയളവാണ് BJPക്കുള്ളത്? ഈ രാഷ്ട്രീയ വിശേഷണമൊക്കെ നൽകാൻ അനിൽ ആന്റണിക്ക് കഴിയുന്നത് ഈ ഒരു ചെറിയ കാലത്തെ BJP ബന്ധം കൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും BJPയിൽ ചെന്ന ആർക്കും എന്തും പറയാമല്ലോ. അവർക്ക് എന്തും പറയാം. അത് BJPയിലേക്ക് പോയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അതിനിപ്പോൾ ഒരു അനിൽ ആന്റണിയെ മാത്രം എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ അനിൽ ആന്റണിയെ പോലുള്ള ആളുകൾ ഓർക്കേണ്ടത് അവരുടെയൊക്കെ ശരീരത്തിലോടുന്ന രക്തത്തിൻ്റെ 99% ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ച് വെയിൽ കൊണ്ട് വേർത്ത് മഴ നനഞ്ഞൊക്കെ ഉണ്ടാക്കിയതാണെന്നും കൂടി മറക്കാൻ പാടില്ല. അതൊക്കെ അവരുടെ അത് ലോകം കാണട്ടെ, നാട്ടുകാർ കാണട്ടെ. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ ദേശാഭിമാനിയുടെ മറവിൽ കോടികൾ
കോടികൾ കൊള്ളയടിക്കാൻ വേണ്ടി ഇ പി ജയരാജനെ കെട്ടഴിച്ചു വിട്ടത് പിണറായി വിജയനാ. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് വിശ്വസ്തനായിട്ട് വിധേയനായിട്ട് വിട്ടത് ഇ പി ജയരാജനെയാണ് പിണറായി വിജയൻ. വ്യാപാരി വ്യവസായി സമിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാപാരികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് വിട്ടത് ഇ പി ജയരാജനെയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും വി എസ് ഗ്രൂപ്പിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ CPM-ന്റെ മുഴുവൻ ഘടകങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇ പി ജയരാജൻ, അദ്ദേഹം ചിറ്റപ്പൻ ജയരാജൻ ആയപ്പോഴും അതിനുശേഷവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായപ്പോൾ ആ ജാഗ്രത കുറവിന് കുട ചൂടിക്കൊടുത്ത ആൾ പിണറായി വിജയനാണ്. ഇപ്പോൾ ഇ പി ജയരാജന്റെ ആവശ്യം കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം മകൾ ജയിലിൽ പോകുന്ന മാസപ്പടി വിഷയം, സ്വർണ്ണക്കടത്ത് വിഷയം, ലൈഫ് മിഷൻ വിഷയം, ലാവ്ലിൻ കേസ് നിരവധി വട്ടം മാറ്റിവെക്കുന്നത്, ഇതിനൊക്കെ ദല്ലാള് പണിയെടുത്തത് ഇ പി ജയരാജനാ. ആ ദല്ലാള് പണിയുടെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് ദല്ലാളെ മാറ്റി പിണറായി വിജയൻ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പോകുന്നു. അതിൽ കവിഞ്ഞ് നമ്മൾ ഇതിൽ വേറെ ഒരു അലങ്കാരികം കാണേണ്ട കാര്യമില്ല. ഇതിന് ജാഗ്രത കുറവെന്നൊക്കെ പറഞ്ഞാൽ ഈ ജാഗ്രത കുറവുണ്ടായിട്ട് ഇപ്പൊ എത്ര മാസമായി? അന്ന് നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാ?